ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ്. എന്ത് പണിയാണ് ബിഗ് ബോസ് അവിടെ ഇരുന്ന് കാണിക്കുന്നത്? ഷാനവാസിനെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടും നെവിന് വീണ്ടും അവസരം കൊടുത്തിരിക്കുകയാണ്. എന്ത് ക്രൂരം! നെവിൻ കൊന്നാലും താങ്കൾ ക്ഷമിക്കുമോ? നെവിൻ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാലും താങ്കൾ വീണ്ടും അവസരം കൊടുക്കുമോ? താങ്കൾക്ക് ഗ്രാൻഡ് ഫിനാലെയാണോ വഴുകുന്നത്? ഇത്തരത്തിലുള്ള മനോരോഗികളെ കൊണ്ട് പാർപ്പിക്കേണ്ടത് ബിഗ് ബോസ് ഹൗസിലാണോ? അതിന് മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, അവിടേക്കാണ് പറഞ്ഞു വിടേണ്ടത്. എന്ത് തരംതാണ പരിപാടിയും കാണിച്ചുകൊണ്ട് ഈ ഷോ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. ഇത് ജനങ്ങളെ ഒന്നടങ്കം, അതായത് ഈ ഷോ കാണുന്ന ഒന്നടങ്കം ആൾക്കാരും വലിയ രീതിയിൽ ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തന്നെ മാനസികമായ ഭാവം ഉയർത്തിക്കഴിഞ്ഞു. ആ രീതിയിൽ ചിന്തിച്ച് വച്ചിരിക്കുകയാണ്. ഈ രീതിയിലാണ് ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഫിസിക്കൽ അസോൾട്ട് ചെയ്തു കഴിഞ്ഞ മുൻ മത്സരാർത്ഥികളെയൊക്കെയും താങ്കൾ എന്താണ് ചെയ്തിരുന്നത്? എന്തായിരുന്നു അന്ന് റോബിൻ രാധാകൃഷ്ണൻ ചെയ്ത തെറ്റ്? ആ തെറ്റിന് താങ്കൾ ക്ഷമിക്കാൻ തയ്യാറായോ? ആക്സിഡൻ്റലി പറ്റിയതാണ്, ജസ്റ്റ് ഒരു പുഷ് മാത്രമാണ് ചെയ്തത്. ഇത് ഈ പറഞ്ഞ സാമൂഹ്യ ദ്രോഹിയായ അലവലാതിയെ അന്ന് തന്നെ വളരെ കൃത്യമായി ഉപയോഗിക്കേണ്ടി വരും. അത്തരത്തിലൊരു അലവലാതിയായൊരു മനുഷ്യനെ, സാമൂഹ്യ ദ്രോഹിയായിട്ടുള്ള ഭ്രാന്തനായ ഒരു മനുഷ്യനെ എന്തിനാണ് ബിഗ് ബോസ് വീണ്ടും ഈ അവസരം കൊടുക്കുന്നത്? ഇത് വളരെ വലിയ രീതിയിൽ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഷാനവാസിന് എന്തെങ്കിലും പറ്റിയെങ്കിലോ? അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരവാദി ഏഷ്യാനെറ്റ് ആയിരിക്കും. ഈ രീതിയിലാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. ആലോചിച്ച് നോക്കും, ഇത്തരത്തിൽ ഫിസിക്കൽ അസോൾട്ട് കൊടുത്ത ആളിനെ വീണ്ടും ഷോയ്ക്കകത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുമോളെ എന്ത് വലിയ ദ്രോഹമാണ് അയാൾ ചെയ്തത്. ഒരു സ്ത്രീ പീരീഡ്സ് ആയി കിടക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല, ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയിൽ ഇപ്പം മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. ആ തണുപ്പത്ത് അത്രയും പെയിൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മുകളിലേക്കാണ് ഈ രീതിയിലുള്ള മനുഷ്യത്വഹീനമായ പരിപാടി ചെയ്തത്. അയാളെ എന്നിട്ടൊന്ന് താക്കീത് ചെയ്യാൻ പോലും ആ സമയത്ത് തയ്യാറായില്ല. ഇപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലാൻ പാതി കൊന്നിട്ടിരിക്കുന്നു, അയാൾക്ക് വീണ്ടും അവസരം കൊടുത്തിരിക്കുന്നു. എന്താണ് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി? എന്ത് രീതിയിലാണ് ബിഗ് ബോസ് ഈ ഷോയെ കാണുന്നത്? ഇങ്ങനെയാണോ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സന്ദേശം? ഇത് കുട്ടികൾ കാണുന്ന ഉൾപ്പെടെയുള്ള ഷോയല്ലേ? ഈ കുട്ടികൾ ഈ നെവിനെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളുടെ പിൻപറ്റിക്കൊണ്ട് അവൻ്റെ പിറകെ നടന്നാൽ, അവൻ്റെ ക്യാരക്ടർ ശീലിച്ചാൽ എന്തായിരിക്കും നാളത്തെ ഈ ഭാവിയുടെ അവസ്ഥ? ഈ രീതിയിലാണോ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സത്യത്തിൽ കേരളത്തിലെ ഒന്നടങ്കം ആൾക്കാരും ബിഗ് ബോസ് ഷോ കാണാതാകുന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകണം എന്ന രീതിയിലാണ് ഇവർ പോകുന്നത്. ഇത് ഒട്ടുമേ ശരിയല്ല. രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. ബിഗ് ബോസ് അതിന് മുകളിലൊന്നുമല്ല. ബിഗ് ബോസിന് ഏഷ്യാനെറ്റ് മാത്രമേ ബിഗ് ബോസ് ആവുള്ളൂ. അതിന് മുകളിൽ ഇവിടെ കോടതികളുണ്ട്. സത്യത്തിൽ വലിയ കേസ് കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു ഷോയിലേക്ക് ആളെ വിളിച്ച് വരുത്തിയിട്ട് ഇത്തരം മനോരോഗികളെ ഷോയിലേക്ക് കുത്തി നിറച്ച് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കൊട്ടേഷൻ കൊടുക്കുകയാണെന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ കൊട്ടേഷൻ തന്നെയാണ്. അവിടുത്തെ മത്സരാർത്ഥികളെ കൊന്നുകൊണ്ടും ഷോ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കൊട്ടേഷൻ എന്ന രീതിയിലാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകേണ്ടതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയേണ്ടി വരുന്നു. ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ പറയാൻ വരുന്നത് ഈ സാഹചര്യം കൊണ്ടാണ്. ദയവായി കുറച്ചുകൂടി ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ബിഗ് ബോസ് തയ്യാറാകണം. നെവിനെ പുറത്താക്കുകയാണ് സത്യത്തിൽ ഉചിതമായ തീരുമാനം എന്ന് നമുക്ക് തോന്നുന്നു. എനിക്കല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ബിഗ് ബോസ് ആരാധകർക്കും ഇത് തന്നെയാണ് തോന്നുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.